ഗുരുയണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. അഷ്ടഭാഗ്യങ്ങളിലൂടെ ചെറിയൊരു സഞ്ചാരത്തിലാണ് നമ്മൾ. കുട്ടികളുടെ മാഗസിനിലൊക്കെ കാണുന്നൊരു കളിയില്ലേ, കുറേ കുത്തുകളുണ്ട്. അതിങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ, ഓരോന്നായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി തുടങ്ങുമ്പോൾ വൈകാതെ ഒരു ചിത്രം തെളിയും. 8 ബിന്ദുക്കളായിട്ട് ഈ ഒരു ഭാഗ്യങ്ങൾ എടുത്തു കഴിഞ്ഞെന്നാൽ അതിങ്ങനെ ചേർത്ത് വരക്കുമ്പോൾ തെളിയുന്ന ചിത്രം ഈ ചിത്രത്തിന് പിന്നിൽ കാണുന്ന ചിത്രം തന്നെയാണ്. ക്രൂശനായ യേശുവിൻ്റെ ചിത്രം. യേശുവിലേക്കുള്ള ഒരു രൂപാന്തരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഷ്ടഭാഗ്യങ്ങളെ ചർച്ച ചെയ്യുന്നത്. അതായിരുന്നു അവൻ്റെ മനസ്സ്. ജീവിതത്തോട് അവൻ പുലർത്തിയിരുന്ന ഏറ്റവും ദാർശനിക സ്വഭാവമുള്ള വിചാരങ്ങളുടെ ആകത്തുകയാണ് അഷ്ടഭാഗ്യം. ജിബ്രാനൊക്കെ പറയുന്നുണ്ട്, അവൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പർവ്വതം സമതലത്തോട് സംസാരിക്കുന്ന കണക്ക് അവൻ്റെ കാലത്ത് അനുഭവപ്പെട്ടു. നിശ്ചയമായിട്ടും അങ്ങനെ വരി എഴുതുമ്പോൾ ഈ ഒരു അഷ്ടഭാഗ്യങ്ങളുടെ ആരംഭത്തിലെ വാക്ക് ജിബ്രാൻ്റെ മനസ്സിലുണ്ടാവണം. അവൻ മലമുകളിലേക്ക് കയറി ഇരുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഭൂമിക്ക് ലഭിക്കുന്ന ഉന്നതങ്ങളിൽ നിന്നുള്ള വചസ്സുകളായിട്ട് അഷ്ടഭാഗ്യങ്ങൾ എടുത്താൽ നല്ലതാണ്. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കണം പുതിയ നിയമം. എല്ലാം നല്ലതും വരുന്നത്, എല്ലാ ദൈവീയ വെളിപാടുകളും വരുന്ന മലമുകളിൽ നിന്നാണ്. മോശ മലമുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആ കൽപ്പനകളുമായി വരുന്നത് കണക്ക് ഇതാ മലമുകളിൽ നിന്ന് ആ പുതിയൊരു കാലത്തിന് വേണ്ടിയുള്ള ദൂത് കേൾക്കുക. പുതിയ നിയമത്തിൻ്റെ കാതലായിട്ട് അഷ്ടഭാഗ്യങ്ങൾ തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ജീവിക്കുന്ന സാധാരണ ജീവിതത്തിന് ഭംഗിയുണ്ടെന്നാണ് അഷ്ടഭാഗ്യങ്ങളോട് യേശു പറയാനായിട്ട് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടുള്ളൊരു കഥയുടെയൊക്കെ ഒരു പൊരുൾ നമുക്ക് ഈ ഒരു പ്രായത്തിൽ മനസ്സിലാവുന്നുണ്ട്. പഴയ വിറകുവെട്ടിയുടെ കഥ തന്നെ. അയാളിങ്ങനെ വിറകുവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മഴു പുഴയിലേക്ക് തെറിച്ച് വീഴുന്നു. ഓരോരോ മഴുവുമായിട്ട് ഇപ്പോൾ ദേവത വരികയാണ്. ആദ്യം ഇങ്ങനെ സ്വർണ്ണ അല്ലെങ്കിൽ വെള്ളിയുടെ മഴുവായിട്ട് കൊണ്ട്, ഇതാണോ നിൻ്റേത്? അവൻ പറഞ്ഞു, ഇതല്ല എൻ്റേത്. പിന്നെ ഇത് സ്വർണ്ണമായിട്ട് വരുന്നു, ഇതല്ല എൻ്റേത്. ഒടുവിൽ ആ ഉരുക്കുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉള്ള ആ ഒരു സ്വന്തം മഴു, അയാളുടെ മാത്രമായ ആ ദാരിദ്ര്യം പിടിച്ച മഴുവുമായിട്ട് കയറി വരുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ മഴു. ഇതൊരു സത്സന്ധയുടെ കഥയായിട്ടല്ല ഇപ്പോൾ തോന്നുന്നത്. ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അവനവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് ഏറ്റവും ഭംഗിയുള്ള ജീവിതം. ഒന്നിനോടും താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ചില ജീവിതങ്ങളോടൊക്കെ നമുക്ക് ഇത്തിരി മമത തോന്നുന്നുണ്ടാകും. ചില ജീവിതമൊക്കെ കാണുമ്പോൾ നല്ലതെന്ന് തോന്നുന്നുണ്ടാകും. പക്ഷേ ആ ജീവിതം നിങ്ങൾക്ക് വെച്ച് നീട്ടാനായിട്ട് ആരെങ്കിലും തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് മാറിയൊരു ജീവിതം ചിന്തിക്കുമോ? അവനവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന് എന്തൊരഴക. ഓണക്കാലമൊക്കെ ആയിരുന്നു. എക്സ്ചേഞ്ച് ഓഫറുകളെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ചാരയിരിക്കുന്ന, നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഏതെങ്കിലും ഒരാളെ മറ്റൊരു വ്യക്തിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുമോ? അവനവൻ ജീവിക്കുന്ന ജീവിതത്തിന് അഴകുണ്ടെന്ന് പറയാനായിട്ടാണ് മരപ്പണിക്കാരൻ കട്ടമരത്തിലിരുന്ന് ഈ വചസ്സുകളൊക്കെ പറയുന്നത്. പാവപ്പെട്ട മനുഷ്യ. ഇങ്ങനെ ഒരു മഴക്കാറ് കണ്ടു കഴിഞ്ഞെന്നാൽ കടലിൽ പോകാൻ പറ്റാത്ത വിധത്തിൽ, മാനം മൂടുമ്പോൾ അടുപ്പിൽ തീ കത്താത്ത ഗൃഹങ്ങൾ, മീൻ വിൽക്കുന്ന അമ്മമാർ, പ്രാഥമികമായുള്ള വിദ്യാഭ്യാസത്തിനൊന്നും സാധ്യതയില്ലാത്ത അലഞ്ഞു നടക്കുന്ന ചെറുമുറക്കാർ, വയോധികർ, പുകവലിക്കുന്ന വയോധികർ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കടപ്പുറത്തിരുന്നു കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെയാണ് പറയുന്നത്, എത്ര അനുഗ്രഹീതമാണ് നിങ്ങളുടെ ജീവിതം. അവനവൻ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അഴക് കണ്ടെത്തിയില്ലെങ്കിൽ മറ്റെന്താണ് നിങ്ങളെ സഹായിക്കാൻ പോവുക? യേശുവിൻ്റെ തന്നെ ഭാഷയിൽ നിങ്ങൾ കാണുന്നവ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ എത്ര അനുഗ്രഹീതം, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ കഴിഞ്ഞ കാതുകൾ എത്ര അനുഗ്രഹീതം. ഇങ്ങനെ ഓർക്കുന്നുണ്ട്, കടപ്പുറത്തൊരു പള്ളിയിലായിരുന്ന സമയത്ത് രാത്രി കടലിൽ പണിക്ക് പോകുന്ന ഒരു വ്യക്തി രാവിലത്തെ കുർബാന, ഒരു 5 മണിക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് നേരത്തെ ഒരു കുർബാനയുണ്ട്. ആ കുർബാനയൊക്കെ ഉണ്ടാകും. ഞാൻ ചോദിക്കും, ഉറങ്ങേണ്ട ആവശ്യമില്ലേ? അയാൾ പറയുന്നത്, ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പുലരി കാണുക? ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അത്രയും മതിപ്പ് തോന്നിയിട്ടുണ്ടോ? ഈ പുലരി കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റിനും ജീവിക്കുന്ന, ചുറ്റുമുള്ള ജീവിതത്തിന് ഭംഗിയുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങൾ കാണുന്നവ. അപ്പം അതിനുള്ള വാഴ്ത്തായത്. വിശന്നവർ ഭാഗ്യവാന്മാർ. ആരായി കൂട്ടത്തിൽ വിശക്കാത്തവരുള്ളത്? അല്ലെങ്കിൽ സമാധാന പാലകർ ഭാഗ്യവാന്മാർ. കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ അടങ്ങിയിരിക്കുന്ന പറയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? യേശു ഉപയോഗിക്കുന്ന ആ വാക്കിന് ലാറ്റിൻ അമേരിക്കൻ ചില വായനകൾക്കകത്തൊക്കെ വലിയ ആദരവിൻ്റെ വാക്കായിട്ടാണ് എടുക്കുന്നത്. ബ്ലസ്സഡ് എന്നുള്ള വാക്കിന് നമ്മുടെ നമസ്തേക്ക് തുല്യമായിട്ടുള്ള പദമായിട്ടാണ് ഗണിക്കപ്പെടുക. യേശു ഇങ്ങനെ നമസ്തേ പറയുക. നമ്മുടെ എന്തോ കുറവാണെന്നും നമ്മുടെ എന്തോ വ്യാകുലമാണെന്നും കരുതിയ കാര്യങ്ങളെ ഇങ്ങനെ എണ്ണി പറഞ്ഞ് യേശു വാഴ്ത്തുന്ന, നമ്മുടെ വ്യാകുലങ്ങൾക്കും
നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വസാധാരണമായ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ വാഴ്ത്ത, വലിയ ലുത്തീനയുടെ കഥയാണ് അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. ഒക്കെ വാഴ്ത്ത. കർണാടക സംഗീതം ആരംഭിക്കുന്ന കണക്ക് ഇങ്ങനെ എന്തരോ മഹാനുഭാവുലു എന്ന് പറയുന്ന കണക്ക് ഇങ്ങനെ എത്രയോ മഹാനുഭാവന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുക. അവർക്കൊക്കെ ഇങ്ങനെ സ്തുതിയായിരിക്കട്ടെ. യേശു തൻ്റെ കേൾവിക്കാരെ വന്ദനം പറഞ്ഞ, വണക്കം പറഞ്ഞ രീതിയായിട്ടുള്ള ഭംഗിയുള്ള, മനുഷ്യപ്പറ്റുള്ള, ഇങ്ങനെ പാവപ്പെട്ടവരോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വാനുകളൊക്കെ ലാറ്റിൻ അമേരിക്കയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് കുറേ കൂടി ഒരു ശ്രദ്ധ വേണമെന്ന് ഈ ദിവസങ്ങളിൽ തോന്നി തുടങ്ങുന്നത്. അപ്പോൾ ഒരു 4 കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ഉൾപ്പെടെയായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ അവനവൻ ഭിക്ഷുവാണെന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് എല്ലാ എൻലൈറ്റ്മെൻറ്റ്, എല്ലാ പ്രകാശവും ആരംഭിക്കുക. സ്വയം ഭിക്ഷുവാണെന്ന് തിരിച്ചറിയുന്നവർ. ലോകത്ത് പ്രകാശം കിട്ടിയ എല്ലാ മനുഷ്യരും ആദ്യം തിരിച്ചറിയുന്നത് അങ്ങനെ, ഞങ്ങൾ ഭിക്ഷുവാണ്. പഴയ ആ ബുദ്ധ പാരമ്പര്യങ്ങളുടെ കഥയില്ല. ഒരാളിങ്ങനെ രാത്രി ഇങ്ങനെ മോഷണത്തിന് ചെല്ലുന്നു. ആ രാത്രിയിൽ ആ ആശ്രമത്തിലെ ഗുരു ഇയാളും തമ്മിലൊരു ഭംഗിയുള്ളൊരു സംഭാഷണം ഉണ്ടായി. അയാൾ പറഞ്ഞു, എനിക്ക് എന്നൊരു കാര്യം പറയാനുണ്ട്. അയാൾ പറഞ്ഞു, സ്വാഭാവികമായിട്ട് അയാൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ, മേൽ മോഷ്ടിക്കരുതെന്നൊക്കെ പറയാനുള്ള നാന്ദിയായിരിക്കും, ആരംഭമായിരിക്കും എന്നൊക്കെ കരുതി നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, അത് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം അത് നിൻ്റെ തൊഴിലാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, മേലിൽ മോഷ്ടിക്കുമ്പോൾ മോഷ്ടിക്കുകയാണെന്ന ബോധത്തിൽ മോഷ്ടിക്കുക. ചെറിയൊരു കിറുക്കെന്നൊക്കെ ഓർത്തിട്ട് അയാളിങ്ങനെ ഇരുട്ടിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്നു. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇയാൾ വന്നിട്ട് പറയാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോഷണം മാത്രമല്ല, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ആഹരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്തിലേക്ക് നോക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് എന്നും എൻ്റേതല്ല. എന്താ എൻ്റേതല്ല? എൻ്റേതാണെന്ന് ഞാൻ ശഠിച്ചിരുന്ന വ്യക്തികളൊന്നും അസൽ എനിക്ക് വേണ്ടിയുള്ളവരാണോ? ഇതുമാത്രം കാര്യങ്ങളാണ് ജീവിത പങ്കാളിയിലും വയോധികരായ മാതാപിതാക്കളിലും സിബ്ലിങ്ങിലും ഒക്കെ നമ്മളിങ്ങനെ കരുതി വെക്കുന്നത്. ഇതൊക്കെ വാസ്തവത്തിൽ എൻ്റേതാണോ? അപ്പോൾ ആ ഒരു ബോധത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ വാവിട്ട് കരയാണ്. ആ ഒരു കണ്ണിയിൽ നിന്നൊരു പുതിയൊരു കണ്ണി ആരംഭിക്കുക ഗുരു പാരമ്പര്യത്തിൽ. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക്. അവനവൻ ഭിക്ഷുവാണെന്ന് തിരിച്ചറിയുക. യേശുവിൻ്റെ അലച്ചിലുകൾക്ക് ഒരുപക്ഷെ ആ ഭിക്ഷുവുമായി ബന്ധമുള്ളൊരു കാര്യത്തിനകത്ത് ഒരു 3 വർഷക്കാലമെങ്കിലും അവനിങ്ങനെ അലഞ്ഞു നടന്നിരുന്നു. ഋതുക്കളറിയാതെയും അമരങ്ങളിൽ അന്തി ഉറങ്ങിയും ഇങ്ങനെ ഗോതമ്പ് മണികളിൽ നിന്ന് ശിഷ്യന്മാർ പൊട്ടിച്ചെടുത്ത കതിർമണികൾ പങ്കിട്ടെടുത്തും ആരുടെയൊക്കെ വിരുന്ന് മേശകളിൽ ഇങ്ങനെ കുനിപ്പിടിച്ചിരുന്നൊക്കെ ഒരു ജീവിത യേശുവിനുണ്ടായിരുന്നല്ലോ. വല്ലാത്തൊരു ഭിക്ഷുവിൻ്റെ ജീവിതാവാസത്തിൽ. പിന്നെ സ്വാഭാവികമായിട്ട് അതിനകത്തുനിന്നുണ്ടാകുന്ന വല്ലാത്തൊരു ഈർപ്പമുള്ളൊരു ജീവിതം, ഇങ്ങനെ കരയുന്നവർ ഭാഗ്യവാന്മാർ, എല്ലാത്തിനെക്കുറിച്ചും ഒരു നിലവിളി ഉള്ളി സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നൊരു ജീവിതം. പിന്നെ ആ ഒരു പുതിയൊരു ജീവിതക്രമം, ഇങ്ങനെ എല്ലാത്തിനോടും ഇങ്ങനെ ശാന്തതയോടെ കാണാനായിട്ട് പറ്റുന്നു. കാരണം മത്സരമോ പരിഭവമോ ശാഠ്യമോ ഒന്നും ആവശ്യമുള്ള വിധത്തിലൊന്നല്ല ജീവിതം. വളരെ ശാന്തയോടുകൂടി ജീവിതത്തെ കാണാനായിട്ട് പറ്റുന്നു. അവരിങ്ങനെ ഹൃദയം കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ പേരക്കുട്ടികളുടെ ജീവിതത്തെയൊക്കെ ഇങ്ങനെ വയോധികരായ നമ്മുടെ മാതാപിതാക്കന്മാർ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന്. നമുക്കൊന്നിനും ക്ഷമയില്ല. നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ ശാഠ്യങ്ങളും അടുത്ത് തുടങ്ങുന്നു. വീടിനകത്തുള്ള ഏറ്റവും നല്ലൊരു ഓർമ്മ ഇങ്ങനെ അപ്പൻ റിട്ടയർ ചെയ്ത സമയത്തൊക്കെയാണ് ജ്യേഷ്ഠന് 2ാമത്തെ കുട്ടി ഉണ്ടാവുന്നത്. അവന് കാറുകളോട് വലിയ കമ്പമായിരുന്നു. ഇവന് വേണ്ടി അപ്പൻ ഇങ്ങനെ ഇരുന്ന് മുറ്റത്തിരുന്ന് ഇങ്ങനെ കാറ് വരച്ച് മുമ്പോട്ട് പോയാണ്. കാരണം വരക്കുന്ന ഒരു കാറും അവന് പിടുത്തം കിട്ടുന്നില്ല, അവന് ഇഷ്ടമാകുന്നില്ല. ഓരോ കാറും വരച്ച് കഴിയുമ്പോൾ അവൻ ചോദിക്കും, ഇത് ഓടുമോ? അവന് ഓടത്തില്ലെന്നൊരു തോന്നലാണ്. കാരണം അവൻ്റെ ഇപ്പോൾ മുതിർന്ന പാവൻ പറയുന്നത് 2 വീല് കാണാൻ പറ്റുന്നു, 2 വീലുള്ള കാർ എങ്ങനെ ഓടുക? അങ്ങനെ ഒരു കാറിൽ നിന്ന് വേറൊരു കാറിലേക്ക് വരച്ച് പോകുന്ന പേരക്കുട്ടികളുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയും ശാഠ്യങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് അവരുടെ ചെറിയ ഭൂമിയെ സ്വന്തമാക്കിയത് ഈ വയോധികരല്ലേ. ശാന്തശീലർ മാത്രമാണ് ഭൂമി സ്വന്തമാക്കുന്നത്. ഡേഞ്ചർ എന്ന് പറയുന്ന വാക്കും ആങ്കർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ വെറുതെ ഒരു ഡീയുടെ ഒരു അകൽച്ച ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അത്രയും വലിയ അപകടമാണ് ഈ ശോഭം എന്നൊക്കെ തിരിച്ചറിഞ്ഞ മനുഷ്യർ. അവരിങ്ങനെ ഭൂമിയിലെ ഏറ്റവും നമുക്ക് തണുപ്പ് തരുന്ന മനുഷ്യരായിട്ട്, നമുക്ക് പോയി കാണണമെന്ന് തോന്നുന്ന മനുഷ്യരൊക്കെ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർക്ക് സ്തുതിയായിരിക്കട്ടെ. പിന്നെ സ്വാഭാവികമായിട്ടൊരു പുതിയൊരു ജീവിത വീക്ഷണം ഉണ്ടാവുകയാണ്. എല്ലാത്തിനെക്കുറിച്ചും ഒരു നീതിബോധം ഉണ്ടാവുകയാണ്. അതാണ് ഇന്ന് നമ്മൾ സൂചിപ്പിച്ച പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാക്കപ്പെടും. എന്തിനും ഒരു 2 തരത്തിലുള്ള വായന സാധ്യമുണ്ട്. പുതിയ നിയമം അവസാനിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകമാണ്, അതിനകത്ത് നമ്മൾ പറയുന്ന കണക്ക് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇത് വേദപുസ്തകം വായിക്കുമ്പോൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കൃത്യമായ ഒരു വിചാരമാണ്.
വേദപുസ്തകം ഒരേ സമയത്ത് ഈ പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട്, പുതിയ ആകാശത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ നീതി എന്ന് പറയുമ്പോൾ ആ പുതിയ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ എന്തുമാത്രം നീതിനിഷേധങ്ങളുടെ ഒരു കഥകളും ആ ചരിത്രമൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. നന്നായിട്ട് അത് അരങ്ങേറുന്നുണ്ട്, നന്നായിട്ട്. അതിനിങ്ങനെ വലിയ കാലപ്പഴക്കമോ ഒന്നുമില്ല, വർത്തമാനത്തിൽ സംഭവിക്കുന്ന എന്തുമാത്രം കാര്യങ്ങൾ. ഇതിനിടയിലൊക്കെ ഒരു അടിസ്ഥാന നീതി എന്ന് പറയുന്ന അതിനോടൊരു വല്ലാത്തൊരു പാഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ആനന്ദിൻ്റെയൊക്കെ കഥകൾ ആനന്ദിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് ലഭിക്കുന്നൊരു ബെനിഫിറ്റ് അതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ഇങ്ങനെ നീതിക്ക് വേണ്ടി അലയുന്ന ഒരു മനുഷ്യനുണ്ട്. അതിപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് ആയാലും ആൾക്കൂട്ടമായാലും ഗോവർദ്ധൻ്റെ യാത്രയായാലും ഇതിനകത്തൊക്കെ ഇങ്ങനെ ചുറ്റിനുമുള്ള നീതി നിഷേധത്തിൽ വല്ലാതെ ഉലഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ. അത് എഴുത്തുകാരൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് അയാളുടെ തന്നെ ഒരു ഓൾട്ടർ സെൽഫായിട്ട് അയാളുടെ തന്നെ ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നൊരു സംഭവം അത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു നീതിബോധത്തിൽ അതിനകത്ത് ഒരു തരം തീ പിടിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറയുന്ന കണക്ക് ഇങ്ങനെ നീതിബോധം ഒരു തീ കണക്ക് പിടിക്കാത്ത ഒരു കാലത്തിനകത്ത് ഒരു സമൂഹത്തിന് അതിൻ്റെ കാലം നഷ്ടമാവുന്നു. എന്തുമാത്രം പേരുടെ ഇങ്ങനെ എന്താ പറയുന്നത് കാലം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഒരു നീതി വൈകുന്നു എന്ന് പറയുന്നത് പോലും വാസ്തവത്തിൽ അത് ചുരുക്കത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന തന്നെ അർത്ഥം. എന്താ നീതി എന്നൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നതാണ് മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ ഹാസ് റിസീവ്ഡ് ഹിസ് ഡ്യൂ. നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാവർക്കും അർഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു ലളിതമായൊരു സംഭവമുണ്ട്. അതിങ്ങനെ പ്രായമുള്ളവർക്ക് ചൂട് കഞ്ഞി കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക, നിങ്ങളൊരു വിവാഹിതനാണെങ്കിൽ അവളെ കേൾക്കുക എന്ന് പറയുന്നൊരു കാര്യം ഉറപ്പുവരുത്തുക, കുഞ്ഞുങ്ങളാണെങ്കിൽ സന്ധ്യകൾ അവരോടൊപ്പം ഉറപ്പുവരുത്തുക, ഒരു പൈത്യക്കാരൻ നിൽക്കുമ്പോൾ അയാൾക്കൊരുപിടി അന്നം ഉറപ്പുവരുത്തുക, തൊടിയിലെ തുളസി കരിയുമ്പോൾ ഒരു മന്ത് ജലം അതിന് വേണ്ടി കരുതി വെക്കുക, അല്ലെങ്കിൽ എഴുത്തിലെ പശു കരയുമ്പോൾ എന്ത് തിരക്കാണെങ്കിലും പച്ചപ്പുല്ല് കൊടുക്കുക. ഇങ്ങനൊരു തരം ഒരു ബോധമുണ്ട്. ഇതൊരു സെൻസിറ്റിവിറ്റിയാണ്, അടിസ്ഥാന സെൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. നീതിബോധം എന്ന് പറയുന്നത് ഈ സെൻസിറ്റിവിറ്റി എന്നൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇൻഡ്യൂഷനൊക്കെ ഉണ്ടാകുമെന്ന് പറയും. പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ശാസ്ത്രം തെളിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണങ്ങൾ തെളിയിക്കുക ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഭേദപ്പെട്ട ഒരു ഉൾവിളികൾ സ്ത്രീകൾക്കുണ്ടായത്? അവരിങ്ങനെ അവരുടെ പരിസരത്തോട് ഒത്തിരി സെൻസിറ്റിവിറ്റി ആയിരുന്നു. വാസ്തവത്തിൽ വീടിനകത്തുള്ള എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിച്ചും ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയും ഒന്നിനകത്തും ഒരു കുറവ് വരുത്താതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് ഈ എല്ലാത്തരം ആന്തരികമായ ഉൾവിളികളും ഉണ്ടാകുന്നത്, ഇൻഡ്യൂഷൻസൊക്കെ ഉണ്ടാവുക. അപ്പം അതിനകത്താണ് നമുക്കറിയാം ഇങ്ങനെ ഒരു ഇടം നിഷേധിക്കപ്പെടുന്ന പറയുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ട് നമ്മുടെ കാലത്തിനകത്ത്. സുഭാഷ് ചന്ദ്രൻ്റെ കഥകൾ ഇടയ്ക്ക് നമ്മൾ പരാമർശിച്ച് പോകാറുണ്ട്. അതിനകത്ത് എനിക്ക് ചങ്കുവേദന തോന്നിയൊരു കഥയെന്ന് പറയുന്നത് പർദീസ നഷ്ടം എന്നുള്ള, അതിങ്ങനെ ലാപ്ടോപ്പ് എന്ന പേരിൽ പിന്നീട് ചിത്രമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ആ കഥ വളരെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ചൂണ്ടക്കൊളുത്ത് കണക്ക് വലിക്കുന്ന ഒന്ന്. ഒരു മകൻ അമ്മയുടെ ബയോപ്സിക്ക് ആവശ്യമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ലാബിലേക്ക് അമ്മയുടെ ഗർഭപാത്രം ടംബ്ലറിൽ കൊണ്ടുപോവുക. അപ്പോൾ ഒരു യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് കൊച്ചിയാണ്, പോകുന്ന വഴിക്ക് ഒരു വലിയൊരു ജാഥ വരുന്നു, യാത്ര മുടങ്ങുന്നു, ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഒരിടത്ത് ഇറങ്ങുന്നു. സന്ധ്യ ആകുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ കൈവശം ഉണ്ടായിരുന്ന അമ്മയുടെ ഗർഭപാത്രം എവിടെയോ വെച്ച് മറന്നുപോയി. പിന്നീട് ഈ പോയ ഇടങ്ങളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ തിരയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയണമെന്നുള്ള പ്രശ്നമുണ്ട്. ഒടുവിൽ എന്താണ് നിങ്ങൾ തിരയെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ പറയേണ്ടതായിട്ട് വന്നു, അതൊരു പാത്രം തിരയുക. ശരിയാ, ഗർഭപാത്രം എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ പർദീസ തന്നെ. ആ വാക്ക് എത്ര ഭംഗിയായിട്ടാണ് സുഭാഷ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഓർക്കുന്നത്. പർദീസ അത് മനുഷ്യന് ഏറ്റവും സുരക്ഷിതത്വവും ഏറ്റവും സമാധാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇടമാണ്. മനുഷ്യൻ്റെ ഓർമ്മകളിൽ എപ്പോഴും അങ്ങനെ ഒരു സുരക്ഷിതത്വമുള്ളൊരു ഇടമുണ്ടെന്നാണ് പറയുക. അമ്നോട്ടിക് ദ്രവത്തിലൊക്കെ ഇങ്ങനെ വെയിലത്തെ പുഴവെള്ളത്തിനകത്തൊക്കെ ഇങ്ങനെ പരൽമീനുകൾ ഇങ്ങനെ കളിക്കുന്ന കണക്ക് വെയിൽ വീണ ഒരു വയൽ ചാലിലൂടെ ഇങ്ങനെ ജീവൻ പോയിരുന്നൊരു കാലമുണ്ട്. അത്രയും സുഖകരമായൊരു കാലം, അത്രയും സ്വാസ്ഥ്യം നൽകിയൊരു കാലം നമ്മുടെ സ്മൃതികൾ വേറെയില്ല. അപ്പം അങ്ങനെ ഒരു ഇടം എല്ലാവർക്കും നഷ്ടമാണ്. അവനവന് സ്വസ്ഥത കിട്ടുന്നൊരിടം നഷ്ടമാകുന്നുണ്ട്. വികസനം എന്നൊക്കെ പേരിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ
സംഭവിക്കുന്നത് ഒരുപക്ഷെ വല്ലാത്ത നീതിനിഷേധ. പെട്ടെന്ന് ഇങ്ങനെ മനുഷ്യർക്ക് അവർ പാർക്കുന്ന ഇടങ്ങൾ നഷ്ടമാവുകയും. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ്. വേഗത്തിൽ സഞ്ചരിക്കാനാവാത്ത, അതിൻ്റെ ആവശ്യമില്ലാത്ത മനുഷ്യരെ എവിടേക്കാണ് നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക? പലപ്പോഴും വികസനമെന്ന് പറയുന്ന കാര്യത്തിനകത്തൊക്കെ ഉള്ളൊരു നീതിനിഷേധത്തെക്കുറിച്ച് യേശു ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവനിടപെട്ടേനെ. ഒരു കടലോര ഗ്രാമത്തിൽ 8 വരി പാത വരുന്നതിനെക്കുറിച്ച് യേശുവിൻ്റെ അഭിപ്രായം എന്തായിരിക്കാം? അത് ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. യേശു ജീവിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ യേശുവിനെ വർത്തമാനത്തിൽ വായിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ചുവടുണ്ട്. ആ ചുവടിൻ്റെ ആബ്സെൻസിൽ യേശു ജീവിച്ചാൽ എന്ത്, മരിച്ചാൽ എന്ത്? അപ്പോൾ ഓരോ കാലത്തിനകത്തും നമ്മളിപ്പോൾ നമ്മുടെ കോൺടെക്സ്റ്റിൽ ഇരുന്ന് വായിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ നുണയാണ് ഘോഷിക്കപ്പെടുന്നത്. യേശു സാത്താനെ വിളിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, സാത്താൻ നുണകളുടെ അച്ഛൻ എന്ന് പറയുക. നുണകളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ശരിയെന്ന് കരുതുന്ന പല കാര്യങ്ങളും നുണയാണെന്ന് തെളിയിക്കാനായിട്ട് യേശുബോധം വേണ്ടി വരും. അപ്പോൾ ഒത്തിരി ഇങ്ങനെ അവനവൻ്റെ ഇടങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ ഗർഭപാത്രം നഷ്ടമാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാനും അവനവൻ്റെ ഒരു സുരക്ഷിതത്തിലായിരിക്കാനും ഒക്കെ ഉള്ള ഇടങ്ങളിങ്ങനെ കൈവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചുറ്റും പാർക്കുന്നവർക്ക് പാർക്കാൻ ഉതകുന്ന ഇടങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ടോ, അവർക്കിങ്ങനെ തലയെടുപ്പോട് നിൽക്കാനായിട്ട് പറ്റുന്ന ഇടങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള അന്വേഷണം. അപ്പം ഇങ്ങനെ അർഹതയില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു നീതിബോധം തന്നെയാണ്. ഞാനിങ്ങനെ ഒരു പുതിയൊരു പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഇങ്ങനെ എൻ്റെ ചിത്രം തന്നെയാണ് ഇട്ടിരുന്നത്. അത് ഇങ്ങനെ അപ്പനെ കാണിക്കും. അന്ന് അപ്പനൊരു 84 വയസ്സുണ്ടാവണം. അപ്പം മരിക്കുന്നതിന് 2 വർഷം മുമ്പ് ആ പുസ്തകം ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അപ്പൻ്റെ മുഖത്തൊരു സമാധാനവും സന്തോഷവും കാണുന്നില്ല. അവരിങ്ങനെ വളരെ പതുക്കെ ചോദിച്ചു, മോനെ നീയായിട്ട് ചെയ്ത പടമാണോ? അല്ല എന്ന് ഞാൻ പറയുമ്പോൾ മാത്രമേ അപ്പനൊരു ആശ്വാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് മകൻ ഒരു വിധത്തിൽ സ്നേഹിക്കപ്പെടുക അല്ലെങ്കിൽ ഏകന്തരത്തിൽ സ്വീകരിക്കപ്പെടുക എന്നൊക്കെ ഉള്ളൊരു ബോധം ലോകത്ത് ഏതൊരു പിതാവിനും കൊടുക്കുന്നൊരു ആനന്ദ തൃപ്തിയൊക്കെ ഉണ്ട്. പക്ഷേ അതവൻ അർഹിക്കുന്നതാണോ ഇല്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ അർഹിക്കുന്നതാണെന്ന് ഉള്ളൊരു വിചാരം കൂടി ഈ നീതിബോധത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നീതിയുടെ നേരത്തെ പറഞ്ഞ കണക്കിന് പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടല്ലോ. ആ പുതിയ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മീതെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് യേശുവിന് വേണ്ടി തന്നെയുള്ള വിശപ്പാണ്. യേശുവിന് വേണ്ടി വിശന്നവർ ഭാഗ്യവാന്മാർ. നീതി സൂര്യൻ എന്നാണല്ലോ വേദപുസ്തകം അടയാളപ്പെടുത്തുക. നീതിയുടെ ആൾരൂപമായിട്ട് ഒക്കെ ആയിട്ടാണല്ലോ അവിടുത്തെ ഇങ്ങനെ വേദപുസ്തകം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. അവന് വേണ്ടിയുള്ള വിശപ്പ് എന്തുമാത്രമാണെന്നുള്ളതാണ് പ്രധാനം. വിശപ്പും ആ ദാഹവും വളരെ പ്രധാനപ്പെട്ടാണ്. അതിങ്ങനെ അപ്പം ഉണ്ടായിരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് വിശപ്പുണ്ടായിരിക്കുക അല്ലെങ്കിൽ ദാഹം ഉണ്ടായിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ പ്രധാനം. ഇതില്ലെങ്കിൽ എന്നാ ചെയ്യും? മഞ്ഞ വീഴ്ത്തുമ്പോൾ സംഭവിക്കുന്ന കണക്കാണ്. മഞ്ഞ വീഴുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു, കാരണം അത്രയും വിശന്നവരായിരുന്നു അവർ. എന്നാൽ മഞ്ഞ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതേ മഞ്ഞ അവർ മടുപ്പിച്ചെന്ന് വേദപുസ്തകം പറയുന്നതാണ്, എവിടെ വെച്ച് ഇങ്ങനെ വിശപ്പ് കുറയുകയാണ്. ഞങ്ങൾക്ക് അപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്കിങ്ങനെ അവസാനത്തോളം വിശപ്പുണ്ടാവണേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദാഹം ഉണ്ടാവണേ. വെറും ദാഹമൊന്നുമല്ല, ഇങ്ങനെ ഹാഗാറൊക്കെ അനുഭവിച്ച കണക്കൊരു ദാഹം. കുഞ്ഞ് മരിക്കുമെന്നുള്ള പേടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുന്നൊരു സ്ത്രീയുടെ ചിത്രം നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമുക്കില്ലേ? ഇപ്പോഴും ഹജ്ജിന് പോകുന്ന ആ ഒരു തീർത്ഥാടകർ ആ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളവസ്ത്രം ധരിച്ചിങ്ങനെ ഓടുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പം അത് കണക്കൊരു ദാഹം നിലനിൽക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇതിന് മീതെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ദാഹത്തെ ഉണർത്താനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. ഇത്ര തെളിച്ചാണ് യേശു പറയുന്നത്, എന്നെ ഭക്ഷിക്കുക, എന്നെ പാനം ചെയ്യുക എന്നൊക്കെ. കുറേ കൂടി ഇങ്ങനെ അവനെ ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അവനെ പാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. വേദപുസ്തകത്തിൽ ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പാഷനേറ്റ് ഡിസയറാണ്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ കൊണ്ട്, ചെറിയ താല്പര്യങ്ങൾ കൊണ്ട് കാര്യമായ ജീവിതത്തിന് വ്യതിയാനമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുതരം ദൈവത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച മനുഷ്യർ എല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു ഭൂമിയിൽ. പല പേരുകളിൽ അവരറിയപ്പെടുന്നുണ്ടാകും, സൂഫികളെന്നോ അല്ലെങ്കിൽ ഈ ബാവുൾ ഗായകന്മാരെന്ന പേരിലോ. ഇങ്ങനെയൊക്കെ ഈശ്വരന് വേണ്ടി ഭ്രാന്ത് പിടിച്ച മനുഷ്യർ. ഭാരതീയ പാരമ്പര്യത്തിൽ ആ സ്ത്രീ പറയുന്ന കണക്ക്, എന്നെ നീ കരിച്ചു കളയുക, നിന്നുള്ള പ്രേമം കൊണ്ട് ഞാൻ കരിഞ്ഞു പോവുക, എന്നിട്ട് ആ കരിഞ്ഞുപോയ എൻ്റെ ആ വിഭൂതി കൊണ്ട് നിൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഭസ്മം പൂശുക എന്നൊക്കെ പറയുന്ന വിധത്തിൽ നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തൊരു ബയോകെമിസ്ട്രിയാണ് അവരുടെ ഈ ഒരു ആന്തരിക ജീവിതത്തിനകത്ത് സംഭവിച്ചതെന്ന്. അങ്ങനെ ഒരു വല്ലാത്ത പാഷനിൽപ്പെട്ടു പോയ മനുഷ്യർ.
ഇങ്ങനെ വേദപുസ്തകം അവസാനിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ, എന്നെ കുടിക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ. 1988 ഇങ്ങനെ സോവിയറ്റ് അർമേനിയയിൽ വലിയൊരു ഭൂകമ്പം നടന്നു. 55,000 പേര് കൊല്ലപ്പെട്ടു. ഒരു പക്ഷേ ആ ഭൂകമ്പത്തിൻ്റെയൊക്കെ ഒരു ചരിത്രത്തിൽ ഏറ്റവും വേഴ്സ്റ്റെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. അതിനകത്തൊരു സർവൈവ് ചെയ്ത ഒരു ആളുടെ, ഒരു സ്ത്രീയുടെ ജീവിതരേഖ വായിച്ചിട്ടുണ്ട്. സൂസൻ എന്നാണ് അവരുടെ പേര്. ഒരു 4 വയസ്സുള്ള കുഞ്ഞും ഇവരും ഇങ്ങനെ തകർന്നു കിടക്കുന്ന ശേഷിപ്പുകളുടെ മധ്യേ ഇങ്ങനെ പെട്ടുപോയി. ഒന്നുമില്ല, അവസ്ഥയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഒന്നും ആവാതെ കിടക്കുക. കുഞ്ഞിന് വിശക്കുന്നുള്ള പ്രശ്നമുണ്ട്. ആദ്യം ഒരു എങ്ങനെയോ ഇതിലേക്ക് അബദ്ധത്തിൽ വന്ന് വീണ്, അല്ലെങ്കിൽ ഇതിനിടയിൽ വന്ന് പെട്ട ഒരു ജാമ കിട്ടുന്നു, ഒരു വലിയൊരു ബാരല്. അതൊരു ദിവസം കണ്ട് തന്നെ കുഞ്ഞ് കഴിക്കുന്നു. പിന്നെ കുഞ്ഞ് പറയുന്നു എനിക്ക് ദാഹിക്കുന്നുള്ള. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പണ്ടങ്ങ് ഏതോ ഒരു മൂവിയിൽ കണ്ടൊരു കാര്യം, ഈ സ്ത്രീയുടെ തലയിലേക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ 2 ചങ്ങാതിമാരിങ്ങനെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ആവാത്ത സാഹചര്യത്തിൽ പെട്ടു പോകുമ്പോൾ ഒരു ചങ്ങാതി വേറൊരാൾക്ക് തൻ്റെ കൈ മുറിച്ച് ഇങ്ങനെ ചോര കുടിപ്പിക്കുന്നൊരു കഥ. ജീവിതം ഈ കഥയേക്കാൾ കഠിനമാണ്. ഈ സ്ത്രീ തൻ്റെ വിരലുകളിങ്ങനെ മുറിച്ച് ഈ കുഞ്ഞിനിങ്ങനെ ചോര ഊറ്റി, അങ്ങനെ 2 പേരും ഇങ്ങനെ 6 ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 8 ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ സർവൈവ് ചെയ്ത് കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. ചോര കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ലൈഫ് പ്രോപ്പർ എന്ന്, എൻ്റെ ജീവൻ കുടിക്കുക എന്നുള്ള, കുറേ കൂടി അവൻ്റെ ജീവൻ കുടിക്കുക എന്ന് പറയുന്ന അർത്ഥം. ആരും വിചാരിക്കുന്നില്ലല്ലോ ചോര എന്ന് പറയുന്നത് ഇങ്ങനെ കുർബാനിലൊക്കെ പറയുന്നത് കണക്ക് ഇത് എൻ്റെ രക്തമാണ്, മാംസം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരു മാംസം എന്ന അർത്ഥത്തിലല്ലോ പറയുന്നത്. ടേക്ക് മൈ ലൈഫ്, എൻ്റെ ജീവിതം നിങ്ങൾ കുറച്ചുകൂടി കുടിക്കുക എന്നുള്ള ഒരാഹ്വാനമുണ്ട്. അങ്ങനെ അവൻ്റെ ജീവിതം കുടിച്ചവരൊക്കെയാണ് തൃപ്തിപ്പെട്ടവർ, അല്ലെങ്കിൽ ആ പരമചൈതന്യത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രവേശിച്ചവരൊക്കെയാണ് തൃപ്തി അറിഞ്ഞവർ. ബാക്കിയുള്ളവർക്കൊക്കെ തങ്ങളുടെ കിണറ്റിൻ ചുവട്ടിൽ എന്നും വരേണ്ടതായിട്ട് വരുന്നു. എന്നിട്ടോ യേശു പറയുന്ന ആ വാക്കുകളുടെ പൊരുൾ മനസ്സിലാകാതെ അവർ കടന്നു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ കുടിക്കുന്ന കിണർ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കില്ല. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം.